ബാബു ചേട്ടാ. അന്നക്കുട്ടിയോ? ഞാൻ കുളിക്കാൻ ഇറങ്ങിയതാണ്. ചേട്ട ഇവിടെ നിൽക്കുന്നത് കണ്ടു വന്നു. ഇവിടെ സംസാരിച്ചു നിന്നാൽ കുളി മുടങ്ങും. ഇവിടെ നിൽക്കുന്ന കൊണ്ട് കുളി മുടങ്ങുന്നെങ്കിൽ മുടങ്ങട്ടെ. നമ്മൾ സംസാരിച്ചു നിൽക്കുന്ന ആരെങ്കിലും കണ്ടാൽ മോശമാണ്. ബാബു ചേട്ടന് ഭയമാണോ? എന്റെ കാര്യമല്ല, അന്നക്കുട്ടിയെ പറ്റി അപവാദം പറയും. അത് പറഞ്ഞു കഴിഞ്ഞു. കോളേജിലൊക്കെ സംസാരമാണ്. ഞാൻ ബാബു ചേട്ടന് ലവ് ലെറ്റർ എഴുതിയെന്ന് എന്റെ അമ്മച്ചി എന്നെ വിളിച്ച് ചോദിച്ചു. മേലാൽ കോളേജിൽ പോകണ്ടെന്ന് അവർ പറഞ്ഞിരിക്കുകയാണ്. ഞാനിനി പഠിക്കാൻ പോകുന്നില്ല. അതിന് അന്നക്കുട്ടി എനിക്ക് പ്രയോജനം തന്നില്ലല്ലോ. ഇല്ല. പിന്നെ എന്തിനു പഠിത്തം മുടക്കുന്നു? ഞാൻ കത്തെഴുതിയില്ലെന്ന് അമ്മച്ചി പോലും വിശ്വസിക്കുന്നില്ല. ഓഹോ, എങ്കിൽ ഈ ചുറ്റുപാടിൽ നമ്മളിവിടെ നിൽക്കുന്നത് ശരിയല്ല. ഞാൻ കാരണം അന്നക്കുട്ടിയുടെ നല്ല ഭാവിക്ക് ദോഷം വന്നുകൂടാ. അന്നക്കുട്ടി പോവും, നേരം വൈകി. മോനെ, നിന്നെ കാണാനാകെ ഒരു കുട്ടി വന്നിരിക്കുന്നത്. എന്താ? നിനക്ക് കിട്ടി എടുത്തോണ്ടല്ലോ, അന്നക്കുട്ടിയെ പറ്റിക്കാൻ അവരെല്ലാം കൂടെ എഴുതിയത്. ഓഹോ, ഏതായാലും നിങ്ങളൊക്കെ കൂടി ഒരു പാവപ്പെട്ട പെണ്ണിന്റെ പഠിത്തം മുടങ്ങി. ഒരബദ്ധം പറ്റിപ്പോയതാണ് ബാബു. ഇങ്ങനെ വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഒരു പടം വെള്ളത്തിലെറിഞ്ഞു എന്നും പറഞ്ഞ് ശോശാമ്മ അന്നക്കുട്ടിയും കൂടെ ഉണ്ടായ വഴക്കാണ് ആ കള്ളയെഴുത്തെഴുതി ജനലിൽ കൂടെ മേശപ്പുറത്ത് വെക്കാൻ കാരണം. എനിക്കൊരു പെണ്ണിനോട് സ്നേഹം തോന്നിയാൽ ഞാൻ അവളെ കെട്ടിക്കൊണ്ടുവരാൻ നോക്കും. വിളിച്ചോടില്ല. നീ എങ്ങോട്ട് പോകുന്നു മോനെ? ഞാനൊന്ന് പുറത്തേക്ക് പോയിട്ട് വരാം. ഒരു കുട്ടി, ശോശാമ്മയോട് പറഞ്ഞേക്ക് ഇത് വേണ്ടായിരുന്നു. അയ്യോ, ശോശാമ്മ ഈ കാര്യം ആദ്യം പറഞ്ഞിട്ട് സമ്മതിച്ചതേ ഇല്ല. ഞങ്ങളെല്ലാം കൂടെ പറഞ്ഞ് എരി കയറ്റിയാണ് ചെയ്യിപ്പിച്ചത്. ഇനിയിപ്പോ ഏതായാലും പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ ഒറ്റയ്ക്കിരുന്ന് വാദ്യ സംഗീതം? ഈ റോഡെല്ലാം ടാറിട്ടു. അതുകൊണ്ട് കാണാറ് ലാടം തേയുന്നില്ല. നേരം വെളുത്തപ്പത്തൊട്ട് നോക്കിയിരിക്കുക ഒരു വണ്ടിക്കാളെ. ഒരുത്തനും വരുന്നില്ല. എന്നാ വെറുതെ ഇരിക്കല്ലോ, നമ്മുടെ മോർച്ചിങ് ഒന്ന് പരിശീലിച്ചില്ലാന്ന് വിചാരിച്ചു. അമ്മ നീ പട്ട അടിക്കാൻ പോയിരിക്കാം കേട്ടോ. പട്ട അടിക്കാൻ? അല്ല, പട്ടാന്ന് പറഞ്ഞാൽ മില്ലിയല്ല, വണ്ടിച്ചക്രത്തിന്റെ പട്ട അടിക്കാൻ പോയി. അതിരിക്കട്ടെ, തന്റെ വരപ്പുണ്ടോ വല്ല ഗുണവും ഉണ്ടോ? അതിനേക്കാൾ നല്ല തന്റെ ആടം തിറപ്പാ. വല്ല രക്ഷയും കിട്ടുന്നത് നാട് വിടണമെന്നാ തോന്നുന്നത്. തനിക്ക് പഠിത്തമുണ്ട്, നല്ലൊരു തൊഴിലും കയ്യിലുണ്ട്. അതുകൊണ്ട് നാട് വിട്ടാലും താൻ രക്ഷപ്പെടും. എന്റെ കാര്യമാ കഷ്ടം. 4ാം ക്ലാസ് വെച്ച് എന്നോട് പറഞ്ഞിട്ടില്ലേ പഠിത്തം നിർത്തുന്നു? ഞാൻ പഠിത്തം നിർത്തി എനിക്ക് വേണ്ടിയാണോ? ഗൗരവക്കുട്ടിയെ പഠിപ്പിക്കാൻ വേണ്ടിയല്ലയോ? അതുകൊണ്ട് ഇപ്പൊ എന്ത് പറ്റി? പശുവും ചത്തു, പോരിന്റെ പുളിയും പോയി. എന്താ അവിടെ വലിയ പഠിത്തക്കാരിയല്ലയോ? അതുകൊണ്ട് ഒരു MLA കൊണ്ട് സംബന്ധം ചെയ്യിക്കണമെന്നാ അമ്മാവന്റെ ഇംഗീതം. അവക്കാണെങ്കിൽ സിനിമയിലെ ഹീറോസ് മതി. അപ്പോ വേലിയും ചാരിയും നമ്മൾ പെണ്ണും കൊണ്ട് പോകുന്നു പറ. ഇക്കണക്കിന് അതാ തോന്നുന്നു. ഞാൻ പിടിച്ചൊന്ന് മാറ്റി. അന്നക്കുട്ടി എഴുതി മുതൽ എഴുത്തെഴുതി വീട്ടിലേക്കിരിക്കും. എന്തൊക്കെ കുഴപ്പമുണ്ടാക്കിയെന്നറിയോ? നവക്കിയുടെ പ്രേമലേഖന എഴുത്ത് കുറച്ച് കൂടുതലാണ്. താനെന്തിരിക്കുന്നു? ഈ സിനിമയിലെ നായകന്മാരായ നായകന്മാർക്കെല്ലാം അവള് പ്രേമലേഖനം എഴുതുക. ഞാനൊരു ഫിറ്റിങ് കണ്ട് വച്ചിട്ടുണ്ട്. കാരണവരെ കൊണ്ട് ഒരു പിടി ഞാൻ പിടിപ്പിക്കും. താനിപ്പോ നിരാശ കാമുകനാണെന്ന് പറ. എന്ന് തീർത്ത് പറയാറായിട്ടില്ല. അങ്കുശമില്ലാത്ത ചാവല്യമേ മണ്ണിൽ അങ്ങനെയെന്ന് വിളിക്കുന്നു നിന്നെ ഞാൻ എന്നാണല്ലോ പ്രമാണം. ഒരു പക്ഷേ മനസ്സ് മാറുമായിരിക്കും. ആകട്ടെ, താനിപ്പോ വന്നതിനാ? എനിക്ക് വച്ച് വരയ്ക്കാനായിട്ട് ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. കത്തോടെ ഒക്കെ വേണം. ഒരു 4 റെഡി. പ്രേമലേഖനം എഴുതി നടക്കാണല്ലേ? ചുണയുള്ള പെമ്പിള്ളേർ എഴുത്തെഴുതും, ഇഷ്ടം തോന്നുന്നവർക്ക് കൊടുക്കുകയും ചെയ്യും. ഇയാൾക്കെന്താ വേണം? ഇയാളോ? എന്റെ പേരിനുണ്ടെങ്കിൽ നിനക്കൊരു ബഹുമാനം ഉണ്ട്. എന്റെ ഗൗരിക്കുട്ടി, നിനക്കൊരു 2 വരി പ്രേമം എനിക്ക് എഴുതി തന്നൂടെ? ഞാൻ കൊണ്ടു നടക്കുന്ന സാധനത്തിന്റെ ഷേപ്പ് നീ കണ്ടിട്ടുണ്ടോ? നോക്ക്, നിന്റെ ഹൃദയത്തിന്റെ ഷേപ്പാണ്. ഒന്നുകിൽ ഞാൻ നിന്നെ മുറച്ചെടുക്കണല്ലേ? അയ്യാ, ഒരു മുറച്ചെടുക്കൻ എഴുത്തെഴുതാൻ ഇയാൾക്ക് വായിക്കാൻ അറിയാമോ? അയ്യോ, പ്രേമലേഖനം വായിക്കാൻ അക്ഷരം അറിയണോ? ആ കള്ളാസ് നോക്കിയാലുള്ള സുഖം പോലെ. അയ്യാ, അങ്ങനെ ഇപ്പൊ സൂഹിക്കണ്ട. ഗൗരിക്കുട്ടി, നീ ഇത്ര പെട്ടെന്ന് കാലുമാറിക്കളയൊന്നും ഞാൻ വിചാരിച്ചില്ല കേട്ടോ. നിങ്ങളെ കെട്ടാൻ എനിക്ക് ഇഷ്ടമില്ലെന്ന് ഞാനൊരു 100 വട്ടം നിങ്ങളെടുക്ക പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തിനാ കിന്നാരം പറഞ്ഞോണ്ട് പറയാൻ നടക്കുന്നേ?
ഞാനുണ്ടാക്കുന്ന കാശ് നിനക്ക് കൊള്ളാം, എന്നെ നിലപ്പോ കൊള്ളത്തില്ലല്ലോ. ചാവട്ടെ, ഹൃദയം പൊട്ടി ചാവട്ടെ. കടത്തുവെള്ളം അക്കരെ കിടക്കുന്നേ ഉള്ളപ്പച്ച. കൊണ്ടുപാടാ കൊണ്ടുപാ. ഈ ആറ്റിലൊരു പാലം കെട്ടിക്കാൻ നിങ്ങളെ കൊണ്ട് ഇതുവരെ കഴിഞ്ഞില്ലല്ലോ. നീ പോടി. ഞാൻ അടുത്ത തെരഞ്ഞെടുപ്പിനോട് നിൽക്കാൻ പോവുകയാണ്. ജയിച്ചാൽ മരാമത്ത് മന്ത്രിയാകും. ആദ്യം ഒപ്പിടുന്ന ആർഡർ ഈ പാലം കെട്ടാനുള്ളതായിരിക്കും. അല്ലേ മോളെ? അതെ ഡാഡി. ആ ബാബുവിനെ കണ്ടിട്ട് കുറച്ചു കാലമായല്ലോ. എവിടായിരുന്നു? ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്ത് ചെയ്യുന്നു? ഓ, അങ്ങനെയൊന്നുമില്ല, വലതൊക്കെ വരയ്ക്കും. അപ്പന്റെ വാസന മകനും കിട്ടിയിട്ടുണ്ട്. മത്തായി സാർ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ, നല്ല പെയിന്റിംഗ് ഇരിപ്പുണ്ടോ? ഉണ്ട്. എങ്കിൽ ഒരെണ്ണം കൊണ്ട് നിന്നെ കാണിക്കൂ. നമ്മുടെ ബംഗ്ലാവിൽ വെക്കാം അല്ലേ? നല്ല പ്രതിഫലം തരാം. അങ്ങനെയാട്ടെ. വെള്ളം വരും. ആ